രാഹുലിൻ്റെ ജർമ്മൻ യാത്ര ആരൊക്കെ അസ്വസ്ഥരാക്കുന്നു? അത് എന്തിനിത്ര ചർച്ചയാക്കുന്നു? അധികാരത്തിൻ്റെ ഇടനാഴികളിൽ പോലും ഇല്ലാത്ത രാഹുൽ ഗാന്ധി എന്തുകൊണ്ടാണ് ലോകരാഷ്ട്രങ്ങൾ സന്ദർശിച്ച് ലോക നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നത്? പ്രോഗ്രസീവ് അലയൻസിൻ്റെ അധ്യക്ഷ സമിതിയിൽ പങ്കെടുക്കുക എന്നുള്ളതായിരുന്നു ഈ യാത്രയുടെ പ്രധാന കാര്യം. ലോകത്തിലെ 80-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പുരോഗമന ചിന്തകരായ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു നെറ്റ്വർക്കാണ് പ്രോഗ്രസീവ് അലയൻസ്. ഇതിലുള്ളത് ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 117 പാർട്ടികളും 28 അലയൻസ് മെമ്പേഴ്സും ഉൾപ്പെടെ 145 പാർട്ടികളാണ്. ഈ നെറ്റ്വർക്കിൽ ഉൾപ്പെട്ട പാർട്ടികൾ 30 രാജ്യങ്ങളുടെ ഭരണ തലപ്പത്ത് ഉണ്ട് എന്നുള്ളത് കൂടി കണക്കിലെടുക്കുമ്പോൾ എത്ര ശക്തമായ ഒരു ഗ്രൂപ്പാണ് ഇത് എന്ന് നമുക്ക് ചിന്തിക്കാം. അപ്പോൾ രാഹുലിൻ്റെ ഈ വിദേശയാത്ര എത്ര പ്രാധാന്യമുള്ളതാണ് എന്ന് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. മോദിക്കില്ലാത്ത ഒരു സ്വാധീനം രാഹുൽ ഗാന്ധിക്ക് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഉണ്ട് എന്നത് മോദിയെ ശരിക്കും പേടിപ്പെടുത്തുന്നുണ്ട്. രാഹുൽ ഗാന്ധിയുടെ വിദേശയാത്രകൾ മോദി മീഡിയയ്ക്ക് എന്നും അഭ്യൂഹങ്ങളും ദുരൂഹതകളും നിറച്ച ഭാണ്ഡക്കെട്ടാണ്. പലപ്പോഴും അവർ പടച്ചുവിടുന്ന രാഹുൽ കഥകളിൽ യാഥാർത്ഥ്യത്തിൻ്റെ ലാഞ്ചന പോലും ഉണ്ടാവില്ല. കള്ളക്കഥകളും ആരോപണങ്ങളും വ്യാജ പ്രചരണങ്ങളും കൊണ്ട് കളം നിറയ്ക്കുമ്പോൾ സന്ദർശനങ്ങൾ ക്രിയാത്മകമാക്കി രാഹുൽ ഗാന്ധി വിദേശങ്ങളിൽ ഇന്ത്യയെ ഉയർത്തിപ്പിടിക്കുന്ന കാഴ്ചയാണ് നമുക്ക് പലപ്പോഴും കാണാൻ കഴിയുന്നത്. ഇത്തവണ ജർമ്മനിയിൽ 5 ദിവസത്തെ സന്ദർശനത്തിനാണ് രാഹുൽ ഗാന്ധി എത്തിയത്. കോൺഗ്രസിൻ്റെ ആഗോള വ്യാപനവും പ്രവർത്തനങ്ങളും ശക്തിപ്പെടുത്തുന്നതിന് കൂടിയാണ് ഈ സന്ദർശനമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്ത്യൻ പ്രവാസികളെ അഭിസംബോധന ചെയ്യുന്നതിലും യൂറോപ്പിലെ പാർട്ടിയുടെ വിവിധ പ്രസിഡന്റുമാരുമായി ബന്ധപ്പെടുന്നതിനുമാണ് രാഹുൽ ഗാന്ധി അവിടെ എത്തിയതെന്ന് IOC പറയുന്നുണ്ട്. NRI പ്രശ്നങ്ങളെക്കുറിച്ചും പാർട്ടിയുടെ പ്രത്യയശാസ്ത്രം എങ്ങനെ കൂടുതൽ പ്രചരിപ്പിക്കാമെന്നതിനെക്കുറിച്ചും അവിടെ ചർച്ചകൾ നടത്തി. ഡിസംബർ 17 ബെർലിനിൽ ഇന്ത്യൻ പ്രവാസികളുമായി സംവദിച്ച രാഹുൽ ഗാന്ധി യൂറോപ്പിലുടനീളമുള്ള ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസിൻ്റെ എല്ലാ പ്രസിഡന്റുമാരെയും ഈ പരിപാടിയിൽ ഒരുമിച്ച് കൊണ്ടുവന്ന് അവരുമായി ചർച്ചകൾ നടത്തി. പാർട്ടിയെ ശക്തിപ്പെടുത്തൽ, കൂടുതൽ ആളുകളെ പാർട്ടിയിലേക്ക് ബന്ധിപ്പിക്കുന്നതിൽ IOCക്ക് എങ്ങനെ നിർണായകമായ പങ്ക് വഹിക്കാൻ കഴിയും എന്നിവ ചർച്ചയിൽ പ്രധാന വിഷയങ്ങളായിരുന്നുവെന്ന് ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് പുറത്തുവിട്ട റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. കൂടാതെ മ്യൂണിച്ചിലെ BMW നിർമ്മാണശാല സന്ദർശിച്ച് രാജ്യത്തെ വ്യാവസായിക ഉൽപ്പാദന മേഖലയെക്കുറിച്ച് വിശദമായി ചർച്ച നടത്തി. ശക്തമായ സാമ്പത്തിക വ്യവസ്ഥയുടെ നട്ടെല്ലാണ് വ്യാവസായിക ഉൽപ്പാദനമെന്നും എന്നാൽ ഇന്ത്യയിൽ അതിനെ ഇടിവ് തട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നും രാഹുൽ ഗാന്ധി ജർമ്മനിയിൽ പറഞ്ഞു. ബെർലിനിൽ ഇന്ത്യയിൽ നടക്കുന്ന മോദിയുടെ വോട്ട് ചോരി അടക്കമുള്ള കാര്യങ്ങൾ ഉയർത്തി അദ്ദേഹം സംസാരിച്ചു. മുൻപും രാഹുൽ ഗാന്ധി വിദേശയാത്രകളിൽ മോദിയുടെ ഭരണത്തെ നിശ്ചിതമായ വിമർശനങ്ങൾ തൊടുത്ത് സംസാരിച്ചിരുന്നു. മാസങ്ങൾക്ക് മുമ്പ് പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ സന്ദർശന വേളയിലും ഇന്ത്യയുടെ കാര്യം പലതവണ എടുത്തു പറഞ്ഞത് അത് കൃത്യമായി കൊള്ളുകയും മോദിയെ പൊള്ളിക്കുകയും ചെയ്തിരുന്നു. വിദേശങ്ങളിൽ രാഹുൽ ഇന്ത്യയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മോദിക്ക് എന്നും പൊള്ളലേൽക്കും. മോദിയുടെ അഴിമതിയുടെ, അവഗണനയുടെ, ചവിട്ടിമെതിക്കലിൻ്റെ, ജനാധിപത്യ ധ്വംസനത്തിൻ്റെ, ചരിത്രം മാറ്റിയെഴുതലിൻ്റെ, രാജ്യം അതിർത്തി തൂക്കി വിൽക്കുന്നതിൻ്റെ, വിദേശ അടിയറവിലൊക്കെയുള്ള നിലപാടുകൾ എത്ര രാജ്യവിരുദ്ധമാണ് എന്നതാണ് ഇതിലൂടെ രാഹുൽ ഗാന്ധി വ്യക്തമാക്കുന്നത്. ഇന്ത്യയിൽ മാത്രമല്ല വിദേശങ്ങളിൽ പോലും രാഹുൽ ശബ്ദിച്ചാൽ അത് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് തലവേദന സൃഷ്ടിക്കുന്നത് എന്തിനാണ്? RSSൻ്റെ തിട്ടൂരം നടപ്പിലാക്കുന്ന നട്ടല് പണയം വെച്ച ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ചരിത്രത്തിൽ ആദ്യമായിരിക്കും ചരിത്രം തിരുത്തിയും ഭരണഘടനയെ പുച്ഛിച്ചും കോൺഗ്രസ് കെട്ടിപ്പടുത്ത ഭരണഘടനാ സ്ഥാപനങ്ങളെ BJP RSSൻ്റേത് മാത്രമാക്കി കടുത്ത ആക്രമണം ആഭ്യന്തരമായി തന്നെ രാജ്യത്ത് നടത്തുകയും ചെയ്യുന്ന മോദിയെ തുറന്നു കാട്ടുക എന്ന ലക്ഷ്യമാണ് രാഹുൽ ഗാന്ധി പ്രയോഗിക്കുന്നത്. പ്രധാനമന്ത്രി മോദിയുടെ സാമ്പത്തിക മാതൃക പരാജയമാണെന്നും അത് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിൻ്റെ നയങ്ങളുടെ തുടർച്ച മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യം ആഭ്യന്തരമായും രാഷ്ട്രീയപരമായും അന്തർദേശീയ തലത്തിലും സാമ്പത്തികമായും തകർച്ചയുടെ വക്കിലാണ് മോദി ഭരണകാലത്ത്. 2014-15 കാലഘട്ടത്തിൽ UPA സർക്കാർ ഇന്ത്യയിൽ ഭരണത്തിലേറിയപ്പോൾ മൻമോഹൻ സിംഗ് ഇന്ത്യൻ പ്രധാനമന്ത്രി, അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി അന്നത്തെ രൂപയുടെ വിലയിടിവ് ഉയർത്തി മൻമോഹൻ സിംഗിനെ മോഹൻ സിംഗ് എന്ന് പരിഹസിച്ചിരുന്നു. ആ മോദി ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി തുടരുമ്പോൾ ഒരു കാലത്തും സംഭവിച്ചിട്ടില്ലാത്ത വിധം ഡോളറിന് എതിരെ തകർന്നറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് രൂപ.
ഇപ്പോൾ മോദിയെ കോൺഗ്രസ് എന്ത് വിളിക്കണം? ഇതാണ് രാഹുൽ ഗാന്ധി ചോദിക്കുന്നത്. വിദേശ നയങ്ങളിൽ മോദി കൈക്കൊള്ളുന്ന നിലപാടുകൾ അത്യന്തം രാജ്യവിരുദ്ധം തന്നെയാണ്. സ്വന്തം രാജ്യത്തെ ട്രംപിന്റെ അടുക്കളപ്പുറത്ത് കൊണ്ടിട്ട് നാണം കെടുത്തിയ മോദി അടിയറവ് വെച്ചത് ഇന്ത്യൻ ജനതയുടെ ആത്മാഭിമാനത്തെയാണ്, ആത്മബോധത്തെയാണ്. ട്രംപ് ഇന്ത്യക്ക് മേൽ വീണ്ടും വീണ്ടും തീരുവ സമ്മർദ്ദം കൊണ്ട് വ്യാപാര യുദ്ധം പ്രഖ്യാപിക്കുമ്പോൾ മൗനം പോകുന്നത് എന്തിനാണ് എന്നാണ് രാഹുൽ ഗാന്ധി ചോദിക്കുന്നത്. ഇന്ത്യയുടെ 2000 ചതുരശ്ര കിലോമീറ്റർ ഇന്ത്യൻ ഭൂപ്രദേശം ചൈന അനധികൃതമായി കയ്യേറി. എന്താ മോദി മിണ്ടാത്തത് എന്ന് രാഹുൽ ചോദിക്കുകയാണ്. ഇന്ത്യയുടെ മണ്ണ് മാന്തിയെടുത്ത് അതിർത്തിക്ക് വിസ്തൃതി കൂട്ടുന്ന ചൈനയെ പ്രതിരോധിക്കാൻ മോദിക്ക് ഭയമെങ്കിൽ പ്രധാനമന്ത്രി കസേരയിലിരിക്കാൻ മോദിക്ക് ഒരു അവകാശവുമില്ല എന്ന് തുറന്നു പറയുന്നതാണോ രാഹുൽ ഗാന്ധിയെ മോദി ഭയക്കാൻ കാരണം? വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ച് മോദി കെട്ടിപ്പടുക്കുന്ന വ്യാജ ഇമേജ് പുറം ലോകം അറിയുമെന്ന പേടിയോ മോദിക്ക്? രാഷ്ട്രീയത്തിനപ്പുറം വർഗീയതയുടെ ദ്രംശങ്ങളുമായി മോദിക്കാലം തീർക്കാൻ ഹിന്ദുത്വത്തിൻ്റെ അപ്പോസ്തലനായി സ്വയം അവതരിച്ച് മോദി രാജ്യത്തിൻ്റെ ജനാധിപത്യ പ്രക്രിയയെ തകർക്കാൻ കച്ചകെട്ടിയിറങ്ങുമ്പോൾ അത് കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയാതെ രാഹുൽ ഗാന്ധി ചോദ്യങ്ങൾ ഉയർത്തുമ്പോൾ എന്തിനാണ് മോദി ഇങ്ങനെ അസ്വസ്ഥനാകുന്നത് എന്നാണ് മനസ്സിലാവാത്തത്. ഒരധികാരം പോലും ഇല്ലാതിരുന്നിട്ടും രാഹുൽ ഗാന്ധി ലോകത്തിൽ ആദരണീയനായി മാറുന്നത് ഓരോ ഇന്ത്യക്കാരനും അഭിമാന നിമിഷങ്ങളാണ്. വിദേശങ്ങളിൽ പോലും രാഹുലിൻ്റെ ഇമേജ് എത്ര പ്രബുദ്ധമാണ് എന്നതാണ് ചർച്ചയാവുന്നത്. ആഗോളതലത്തിൽ രാഹുലിൻ്റെ പ്രാധാന്യം അടിക്കടി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ രാഹുൽ ഓരോ വിദേശ യാത്രകളിലും ആ രാജ്യത്തെ താരതമ്യം ചെയ്ത് ഇന്നത്തെ ഇന്ത്യയെ വിലയിരുത്തുമ്പോൾ അത് മോദി എന്ന ഭരണാധികാരിയുടെ പരാജയം വീണ്ടും വീണ്ടും എടുത്തു കാണിക്കുകയാണ്. അതാണ് മോദി ഭയക്കുന്നത്. അത് മറക്കാനാണ് മോദി മീഡിയ വഴി തൻ്റെ നാമം പാടിപ്പുകഴ്ത്താനും രാഹുൽ ഗാന്ധിയെ ഇകഴ്ത്തി പരിഹസിക്കാനും തുനിഞ്ഞിറങ്ങുന്നത്. എത്ര വലിയ ബ്രഹ്മാണ്ഡ പ്രൊപ്പോഗാണ്ട കൊണ്ടുവന്ന് PR വർക്ക് നടത്തിയാലും വോട്ട് കൊള്ളയും SIRഉം വർഗീയതയും മോദിയുടെ കൂടപ്പിറപ്പായി ഉള്ളിടത്തോളം കാലം മോദി വെറും വാഴക്കളത്തിലെ നോക്കുകുത്തി മാത്രമാണ്, RSSന്റെ വെറും ചട്ടുക. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യയെ രക്ഷിക്കാനുള്ള, ജനാധിപത്യം സംരക്ഷിക്കാനുള്ള ഉദ്യമത്തിൽ രാജ്യം രാഹുലിൻ്റെ കൂടെ തന്നെ ഉണ്ടാകും. ഈ ജനങ്ങൾ അത്രയും രാഹുലിൻ്റെ പിന്നിൽ അണിനിരന്ന് നാളെ ഇന്ത്യയുടെ ഒരു വിജയത്തിൻ്റെ, ഒരു രക്ഷയുടെ ലക്ഷ്യത്തിലേക്ക് ഇന്ത്യയെ കൊണ്ടെത്തിക്കുന്ന രാഹുൽ ഗാന്ധിയോടൊപ്പം ഈ ഇന്ത്യൻ മഹാരാജ്യത്തെ ജനങ്ങൾ ഒറ്റക്കെട്ടായി അണിനിരക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.